ഓപ്പൺ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആനിമേഷൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു വിമാനത്തിന്റെ ആനിമേഷൻ ഓപ്പൺ ടൂൾ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. പ്രിപ്പയർ ആൻ ആനിമേഷൻ ഓഫ് എൻ എയ്റോപ്ലെയിൻ ഫ്ലൈയിങ് ത്രൂ ദ സ്കൈ ഇൻ ഓപ്പൺ ടൂൾ സോഫ്റ്റ്വെയർ. കുറച്ച് ഹിൻസ് അല്ലെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി, ഭയങ്കര എളുപ്പമാണ്. ആദ്യം നമ്മളോട് പറയുന്നത് എന്താ, എക്സാം 10 ഡോക്യുമെന്റ്സിനകത്തുള്ള ഓപ്പൺ ടൂൾസ് ഫോൾഡർ കോപ്പി ചെയ്ത് ഹോമിൽ ഡോക്യുമെന്റ്സ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കോപ്പി ദ ഓപ്പൺ ടൂൾസ് ഫോൾഡർ ഇൻ എക്സാം 10 ഡോക്യുമെന്റ്സ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഇൻ ടു ദ ഡോക്യുമെന്റ്സ് ഫോൾഡർ ഇൻ ഹോം. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാം 10 ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് പോകുന്നു. ആദ്യം ഫയൽസിലേക്ക് വരാം. ഓക്കെ, ഇത് ഇവിടെ ആയിട്ട് താഴെ ഇവിടെ ഫയൽസ് ഉണ്ടാവും. ഫയൽസിലേക്ക് വരിക. ഫയൽസിന്റെ അകത്ത് നമ്മളെ എക്സാം 10 ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെയുണ്ട്. ഓക്കെ, എക്സാം 10 ഡോക്യുമെന്റ്സ് ഇതിലേക്ക് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന ഫോൾഡർ കാണാം. ഈ ഫോൾഡറിനെ നമ്മളോട് പറഞ്ഞത് ഡോക്യുമെന്റ്സിലേക്ക്, ഇവിടെ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി എന്ന് കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി എന്ന് കാണാം. കോപ്പി ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നേരെ ഡോക്യുമെന്റ്സിലേക്ക് വരിക. നേരെ ഡോക്യുമെന്റ്സിലേക്ക് വരിക. ഇവിടെ ആയിട്ട് നമുക്ക് അതിനെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മുടെ ആ ഒരു ഫോൾഡർ അവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ പേസ്റ്റ് ചെയ്തു. അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വീണ്ടും നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓപ്പൺ ടൂൾസിൽ തയ്യാറാക്കുന്ന ആനിമേഷൻ സീനിന് താഴെ പറയുന്ന വീഡിയോ പ്രൊഫൈൽ ക്രമീകരിക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ടൂൾസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ടൂൾസ് ഓപ്പൺ ചെയ്യാം. എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് അറിയുന്ന കാര്യമാണ്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഏത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ആദ്യത്തെ 1, 2, 3 ലെറ്റർ അടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് ഓപ്പൺ ടൂൾസ്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ നമുക്ക് ഓപ്പൺ ടൂൾസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം ഇവിടെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ പ്രൊജക്റ്റിലേക്ക് വരാം. ന്യൂ പ്രൊജക്ട്. ഈ ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ചോദ്യത്തിൽ പ്രത്യേകിച്ച് ഒരു പേരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, എയ്റോപ്ലെയിൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, എയ്റോപ്ലെയിൻ എന്നൊരു പേര് കൊടുത്തു. ജസ്റ്റ് ഇവിടെ പേര് കൊടുത്താൽ മാത്രം മതി. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഈ പ്രൊജക്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ സീന് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സീനിന്റെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇത് അതേപോലെ ഫോളോ ചെയ്താൽ മതി. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ സീൻ എന്ന് കാണാം. ക്രിയേറ്റ് ന്യൂ സീൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ സീൻ. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. ഇവിടെയാണ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് സീൻ നെയിം സീൻ 1 എന്ന് കൊടുക്കും. ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ വരൂല. അപ്പൊ ക്ലിക്ക് ചെയ്ത ശേഷം സീൻ 1 എന്ന് ടൈപ്പ് ചെയ്യാം. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി എന്താ വേണ്ടേ, ക്യാമറ സൈസ്. ഈ പറഞ്ഞിട്ട് ഇതേ ക്യാമറ സൈസ് കൊടുക്കണം. HD 720 വരുന്ന ഈ ഒരു ക്യാമറ സൈസ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് ക്യാമറ സൈസ് ഉണ്ട്. ക്യാമറ സൈസ് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറേ ക്യാമറ സൈസ് ഉണ്ട്. നമ്മളോട് പറഞ്ഞ HD 720 എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ സൈസ് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? ഓക്കെ. യൂണിറ്റ്സ് പിക്സൽ ആക്കാൻ പറയുന്നുണ്ട്. യൂണിറ്റ്സ് ഇവിടെയുണ്ട്. ഓൾറെഡി പിക്സലിലാണുള്ളത്. വേറെ ഏതെങ്കിലും ആണ് ഉള്ളതെങ്കിൽ പിക്സലിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ക്ലിയർ? ഇനി ഫ്രെയിം റേറ്റ് ഉണ്ട് 12 ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഫ്രെയിം റേറ്റിന്റെ നേരെ 24 ആണുള്ളത്. അതിവിടെ നിന്ന് മാറ്റിയിട്ട് 12 കൊടുക്കുക. ശ്രദ്ധിക്കുക, ഫ്രെയിം റേറ്റ് എന്താണ് എന്നുള്ളത് നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിംസ് ആയിരിക്കും കാണിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ 12 കൊടുത്തു കഴിഞ്ഞാൽ 1 സെക്കൻഡ് ഡ്യൂറേഷനുള്ള വീഡിയോ ആണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ആ 1 സെക്കൻഡിൽ 12 ചിത്രങ്ങൾ അല്ലെങ്കിൽ 12 ഫ്രെയിമുകളാണ് ഉണ്ടാവുക. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എത്ര ടൈമുള്ള ആനിമേഷനാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്, എത്ര ഫ്രെയിം വേണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിം റേറ്റിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ കൺഫ്യൂഷൻ വേണ്ട. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഫ്രെയിം റേറ്റ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ 12 ഫ്രെയിം വേണം എന്നുള്ളതാണ് അർത്ഥം. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കി നമുക്ക് വഴിയെ പറയാം. ഇത്രയും നമ്മളോട് ചോദ്യത്തിൽ ചെയ്യാൻ പറയുന്നുള്ളൂ. ഇത്രയും ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് സീൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ക്രിയേറ്റ് സീൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി എന്ത്
എന്താ ഇവിടെ പറയുന്നത്? ഓപ്പൺ ടൂൾസ് ഫോൾഡറിൽ നൽകിയ scenery8.png എന്ന ചിത്രം ബാക്ക്ഗ്രൗണ്ടായി ഉപയോഗിക്കാം. ഓക്കെ, യൂസ് ദ ഇമേജ് scenery.png പ്രൊവൈഡഡ് ഇൻ ദ ഓപ്പൺ ടൂൾസ് ഫോൾഡർ ആസ് ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മളോട് ആ ചിത്രം യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ നിലവിൽ ആനിമേഷൻ എന്ന റൂമിലാണ് ഉള്ളത്. ശ്രദ്ധിക്കണം, ഇവിടെ കാണുന്നതാണ് റൂംസ്. ഈ റൂംസിൽ നമ്മളിപ്പോൾ ഉള്ളത് ആനിമേഷൻ എന്ന റൂമിലാണ്. 3 റൂമുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്ന് ആനിമേഷൻ ആണ്, പിന്നെ ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു റൂമുണ്ട്, അതേപോലെ ബ്രൗസർ എന്ന് പറയുന്ന റൂമുണ്ട്. മിക്കവാറും ഈ 3 റൂമുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ഓക്കെ, അതിൽ ആനിമേഷനിലേക്ക് വരിക. ആനിമേഷനിലാണ് നമ്മൾ ഓൾറെഡി ഉണ്ടായത്. ഈ ആനിമേഷനിൽ ഫസ്റ്റ് കോളം ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്രെയിംസ് കാണാൻ പറ്റും കേട്ടോ. ഇതിലെ ഫസ്റ്റ് കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ കൊണ്ടുവരണം. ഇതിനെയാണ് നമ്മൾ എക്സ് ഷീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അതും കൂടി ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ചിത്രത്തിനെ ലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 വഴി പറഞ്ഞുതരാം. 2 അല്ല 3 വഴിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 3 പറഞ്ഞുതരാം. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ബ്രൗസർ എന്ന് കാണാം. ബ്രൗസറിലേക്ക് പോയിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു മൈ ഡോക്യുമെന്റ്സിനകത്തുനിന്ന് ഈ ഒരു ഓപ്പൺ ടൂൾസ് എന്ന ഫോൾഡർ വഴി ആ ഒരു ചിത്രം കൊണ്ടുവരാം. അതാണ് ഒന്നാമത്തെ വഴി. കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു വഴി കാണിച്ചു തരാം. ആനിമേഷനിലേക്ക് തന്നെ തിരിച്ചു വരിക. എവിടെയാണോ നമുക്ക് ഇമേജ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ലെവൽ കിട്ടും. ലോഡ് ലെവൽ. ഓക്കെ, ലോഡ് ലെവൽ. റൈറ്റ് ക്ലിക്ക്, ലോഡ് ലെവൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെയുള്ള ഒരു വിൻഡോ ആണിത്. ഇവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമുള്ള ചിത്രത്തിന് ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരാം. ഈ രണ്ടിൽ ഏത് മാർഗം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു മാർഗം കൂടി ഉണ്ടാകും. നമുക്ക് അടുത്ത പ്ലെയിന് കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നേരെ മൈ ഡോക്യുമെന്റ്സിലേക്ക് വരിക. മൈ ഡോക്യുമെന്റ്സിൽ ഓപ്പൺ ടൂൾസ് എന്ന ഫോൾഡറിലേക്ക് വരിക. മൈ ഡോക്യുമെന്റ്സിൽ ഓപ്പൺ ടൂൾസ്. അതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് scenery8.png എന്ന് പറയുന്ന ചിത്രമാണ് എടുക്കേണ്ടത്. ഇവിടെ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, ലോഡ്. അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ലോഡ്. ഓക്കെ, ലോഡ് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ ഇവിടെ ഇമ്പോർട്ട് ലോഡിൽ ക്യാൻസൽ ഉണ്ട്. ഇവിടെ ലോഡ് കൊടുക്കുക. ഇവിടെ ലോഡ്, ശ്രദ്ധിക്കണം, ലോഡാണ് കൊടുക്കേണ്ടത്. അപ്പൊ തന്നെ നമ്മുടെ ചിത്രം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ക്ലിയർ? ഇനി ഈ വിൻഡോ നമുക്ക് വേണ്ട, ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ക്ലിയർ? ഇത്രയേ ഉള്ളൂ, ചിത്രം കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ സംഭവം റെഡിയായി. ഇനി ഓപ്പൺ ടൂൾസ് ഫോൾഡറിലെ aeroplane.png എന്ന ചിത്രം കൂടി ഉപയോഗിക്കണം. അപ്പൊ ആ ഒരു വിമാനത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ചിത്രം കൂടി കൊണ്ടുവരണം. അത് നമ്മൾ അടുത്ത കോളത്തിലാണ് കൊണ്ടുവരാം. ഓക്കെ, ഇതേപോലെ വേറെ ഒരു ചിത്രം തന്നാൽ നമുക്ക് അടുത്ത കോളത്തിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ആയിട്ട് അതിന് മാത്രമായിട്ട് ആനിമേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ രണ്ടാമത്തെ കോളത്തിലെ ഫസ്റ്റ് സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. രണ്ടാമത്തെ കോളത്തിലെ ഫസ്റ്റ് സെല്ലിൽ നേരത്തെ നമ്മളൊരു വഴി പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ലെവൽ വഴി ചിത്രം കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബ്രൗസറിൽ പോയിട്ട് ആവശ്യമായുള്ള ചിത്രത്തെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ലോഡ് കൊടുത്തിട്ട് കൊണ്ടുവരാം. ഇത് രണ്ടുമല്ലാതെ ഒരു എളുപ്പ വഴി കൂടി ഉണ്ട്. അതുകൂടി കാണിച്ചു തരാം. അത് ഇത്രയേ ഉള്ളൂ. നേരെ നമ്മൾ ഫയൽസിലേക്ക് വരാം. അവിടെ നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് ഓപ്പൺ ടൂൾസ് എന്ന ഫോൾഡറിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ചിത്രം ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആവശ്യമുള്ള ചിത്രം ഇവിടെ ഉണ്ടാവും. ഈ ചിത്രത്തിന് എന്ത് ചെയ്യാന്നറിയോ? ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുപോയിടുക. അപ്പൊ ഇവിടെ നമുക്ക് ലോഡ് ഉണ്ട്. ഈ ലോഡ് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഓക്കെ, ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് കൂടി കാണിച്ചു തന്നാണ്. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് കൊടുത്താലും ഇവിടെ ഇങ്ങനെ വേണ്ട സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ലെവൽ കൊടുത്തിട്ട് അങ്ങനെയും കൊണ്ടുവരാം. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ആവശ്യമുള്ള 2 ചിത്രവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചോദ്യം നോക്കിയേ. ഓപ്പൺ ടൂൾസ് ഫോൾഡറിലൊക്കെ അത് നമ്മൾ ചെയ്തു. വിമാനം ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് ചലിക്കുന്ന രീതിയിൽ 5 സെക്കൻഡ് നേരത്തേക്കുള്ള ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. An animation of 5 seconds duration showing the plane moving from one side to another should be prepared. അതായത് 5 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ അപ്പൊ നമുക്ക് ആ ഒരു 5 സെക്കൻഡ് സെറ്റ് ചെയ്യാം? വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ സീന് തയ്യാറാക്കുന്ന സമയത്ത്, സീന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രെയിം റേറ്റ് എന്ന് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത്. നമ്മൾ ഫ്രെയിം റേറ്റ് കൊടുത്തിട്ടുള്ളത് 12 ആണ്. ചോദ്യത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് 12 ആണ്. ഫ്രെയിം റേറ്റ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ 12 ഫ്രെയിം എന്നാണ് അർത്ഥം. 1 സെക്കൻഡിൽ 12 ഫ്രെയിം. അപ്പൊ നമുക്ക് 2 സെക്കൻഡ് ഡ്യൂറേഷനുള്ള വീഡിയോ വേണ്ടിയെങ്കിൽ എന്ത് ചെയ്താൽ മതി? 12 × 2 അപ്പൊ 24 ഫ്രെയിം മതി അല്ലെ? അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞത് 5 സെക്കൻഡ് ആണ്. അപ്പൊ എത്ര ഫ്രെയിംസ് വേണ്ടി വരും? ഇത്രയേ ഉള്ളൂ. ഈ എത്രയാണോ നമ്മളോട് ഡ്യൂറേഷൻ പറഞ്ഞത് അതിനോട് നമ്മുടെ ഫ്രെയിം റേറ്റ് ഗുണിച്ചാൽ മതി. ക്ലിയർ? 12 × 5 എത്രയാ? 12 × 5 ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 60. മിക്കവാറും 5 സെക്കൻഡ് ആണ് അധിക മോഡൽ ക്വസ്റ്റ്യൻസിൽ ഉള്ളത്. ഇനി അല്ല, നിങ്ങളോട് വേറെ ഡ്യൂറേഷൻ പറഞ്ഞാലും അത് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കിയാൽ മതി. എത്രയേ ഉള്ളൂ. ഫ്രെയിം റേറ്റ് എത്രയാണോ 12 ആണ് പറഞ്ഞത്. നമ്മളോട് ഇവിടെ പറഞ്ഞത് 5 സെക്കൻഡ് ഡ്യൂറേഷൻ ആണ്. അപ്പോൾ 1 സെക്കൻഡിൽ 12 ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
5 സെക്കൻഡിൽ 60 ഫ്രെയിമാണ് വരിക. 12 × 5 60. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ ഒരു ചിത്രത്തിൽ നമുക്ക് 60ാമത്തെ ഫ്രെയിം വരെ എത്തിക്കണം. അല്ലെങ്കിൽ എന്താ, ഈ ഒന്നാമത്തേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിത്രം ഉണ്ടാവും, പക്ഷെ രണ്ടാമത്തെ ഫ്രെയിമിലേക്ക് എത്തുമ്പോൾ ചിത്രമില്ല. അതുകൊണ്ട് 60 ഫ്രെയിമിലേക്ക് എത്തിക്കാൻ 2 വഴിയുണ്ട്. 2 വഴിയും കാണിച്ചു തരാം. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ല, ഇവിടെ ചെറിയൊരു വെള്ള സാധനമുണ്ട്. ഇതൊരു ചെറിയൊരു ബട്ടൺ ആണ്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്ടഡ് സെൽസ്. അതൊന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്യാം. അത് ആ ഒരു വെള്ള സാധനം കാണിക്കൽ ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ കാണും. ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. എവിടെ വരെ? 60 വരെ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് 5 സെക്കൻഡ് കിട്ടുന്നത്. 60 വരെ ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൽ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണാം. എന്നാൽ 60ന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് കാണില്ല. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് 60 വരെ എത്തിച്ചു. ഇനി നമ്മുടെ വിമാനമുണ്ട് അല്ലേ? വിമാനം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇവിടെ വരെ മൂവ് ചെയ്യുന്ന, ഒരു സൈഡിൽ നിന്ന് വേറെ ഒരു സൈഡിലേക്ക് പറ്റുള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ വിമാനവും നമുക്ക് 5 സെക്കൻഡ് വേണം അല്ലേ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 5ാമത്തെ സെക്കൻഡിൽ എത്തുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കോട്ടെ. അപ്പോൾ വിമാനത്തിന്റെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് 60 ഫ്രെയിം വരെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ഒന്നാമത്തെ വിമാനമുള്ള ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെയായിട്ടൊരു സാധനം കാണും. ഇതിനെയാണ് നമ്മൾ റിപ്പീറ്റ് എന്ന് പറയുന്നത്. റിപ്പീറ്റ്. ഈ റിപ്പീറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റിപ്പീറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ടൈംസ് ഉണ്ട്, 1 ഉണ്ട്, അപ് ടു ഫ്രെയിം ഉണ്ട്. ഇവിടെ ടൈംസ് 1 ഉണ്ട്, ഇവിടെ അപ് ടു ഫ്രെയിം ഉണ്ട്. ഇവിടെ അപ് ടു ഫ്രെയിമിൽ നമുക്ക് എത്ര ഫ്രെയിം വരെയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇവിടെ 60 എന്ന് ടൈപ്പ് ചെയ്യാം. 60 എന്ന് ടൈപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? 60 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ റിപ്പീറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. റിപ്പീറ്റ്. അപ്പോൾ നോക്കിയേ, 60ാമത്തെ ഫ്രെയിം വരെ റിപ്പീറ്റ് ആയിട്ട്. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അങ്ങനെ പിടിച്ച് കളിക്കുന്നതിനും കുറച്ചും കൂടി എളുപ്പം ഇതായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് അത് ഞാൻ രീതിയിലങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേ? കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിമാനം ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് പോകുന്ന രീതിയിലുള്ള ആനിമേഷൻ റെഡിയാണ്. ആദ്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ആനിമേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ വിമാനത്തിലെ ഫസ്റ്റ് സെല്ലിൽ, ഈ ഒരു ഫസ്റ്റ് സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആനിമേഷൻ കൊടുക്കാൻ ഇവിടെ നമുക്ക് ആനിമേറ്റ് ടൂൾ ഉണ്ട്. ഈ ടൂൾ ബാറിനകത്ത് ഇവിടെ ഫസ്റ്റ് തന്നെ ആനിമേറ്റ് ടൂൾ ഉണ്ട്. ആനിമേറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ആനിമേറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വിമാനത്തിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. മാറ്റി വെക്കുന്ന സമയത്ത് ഇവിടെ ആനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പൊസിഷൻ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്, സ്കെയിൽ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ പൊസിഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ വിമാനത്തിന്റെ പൊസിഷൻ ആയിരിക്കും മാറ്റാൻ പറ്റുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ സ്കെയിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ വിമാനത്തിന് ഇങ്ങനെ പിടിച്ച് വലിച്ച് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അതേപോലെ ഇവിടെ റൊട്ടേഷൻ ഉണ്ട്. നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ പൊസിഷൻ മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. എന്താണോ ചോദ്യത്തിലുള്ളത് അത് ചെയ്താൽ മതി. ഞാനിവിടെ പൊസിഷൻ ചൂസ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഈ വിമാനത്തിന് ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? എൻ്റെ വിമാനത്തിൽ ഇത് ഇവിടെ ആയിട്ട് വെക്കുന്നു. ഇവിടെ വെക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു കീ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫ്രെയിമിനെ കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്തു. ക്ലിയർ? കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനിടയിൽ ഇതിങ്ങനെ പോയിട്ട് ഇവിടെ എത്തണം. 5ാമത്തെ സെക്കൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വിമാനം ഈ ഒരു ഭാഗത്ത് എത്തണം. ഇത്ര ചെയ്താൽ മതി. നേരെ 60ാമത്തെ ഫ്രെയിമിലേക്ക് വരാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വിമാനത്തിനെ പിടിച്ച് വലിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വെക്കാം. ക്ലിയർ? അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഇവിടെ കണ്ടില്ലേ ഒരു കീ ഫ്രെയിം വന്നിട്ടുണ്ട്. ഇവിടെയും കീ ഫ്രെയിം വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഒരു കീ വന്നു, അവസാനം ഒരു കീ വന്നു. അതായത് ഈ 2 ഫ്രെയിമുകൾ ഇവിടെ നമ്മുടെ കീ ഫ്രെയിംസ് ആണ്. നമ്മൾ കീ ഫ്രെയിംസ് മാത്രം സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനിടയിലുള്ള ബാക്കി ഫ്രെയിമുകൾ നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ പൂർത്തീകരിച്ചോളും. കാരണം എന്താ? ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾക്ക് ട്യൂനിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. തിയറിയിൽ ചോദിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ആ ട്യൂനിങ് അനുസരിച്ചിട്ട്, ട്യൂനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 2 ഫ്രെയിം കീ ഫ്രെയിമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിലുള്ള ബാക്കി ഫ്രെയിമുകൾ സോഫ്റ്റ്വെയർ തന്നെ സ്വന്തം സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ട്യൂനിങ്. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ പോവാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രെയിമിൽ പോവാം. ഇനി നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഈ ഒരു ഐക്കൺ ഉണ്ട്. ആ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു, സംഭവം റെഡിയായി. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്രയേ നമുക്ക് ഇവിടെ പണിയുള്ളൂ. ഇനി എന്ത് ചെയ്യുക? വിമാനം ഒക്കെ അത് നമ്മൾ ചെയ്തു. പൂർത്തിയാക്കിയ ആനിമേഷൻ MP4 ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. MP4 ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് റെൻഡറിൽ ക്ലിക്ക് ചെയ്യാം. റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 ഉണ്ട്. റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് പെട്ടെന്ന് റെൻഡറായിട്ട് നമ്മുടെ ഡെസ്ക് ടോപ്പിൽ പോയി നിന്നോളും. ഓക്കെ, ഡെസ്ക് ടോപ്പിൽ പോയി നിന്നോളും. അപ്പോൾ അത് റെൻഡർ ആവട്ടെ. ആ സമയം കൊണ്ട് ഒരു കാര്യം കൂടി നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ കണ്ടോ, എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഹോമിലെ എക്സാംഡ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. സേവ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട പേരും ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഡെസ്ക് ടോപ്പിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ
പുതിയ പേര് നൽകി എക്സാംഡ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലേക്ക് മാറ്റണം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡെസ്ക് ടോപ്പ് എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെസ്ക് ടോപ്പിൽ ഇത് ഇവിടെയായിട്ട് നമ്മുടെ ആ ഒരു സീന് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സീന് നമുക്ക് ഡെസ്ക് ടോപ്പിൽ അല്ല വെക്കേണ്ടത്, കൃത്യമായിട്ട് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ നമ്മൾ ലാസ്റ്റ് ഡെസ്ക് ടോപ്പിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ പുതിയ പേര് നൽകിയിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ പുതിയ പേര് നൽകിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഇവിടെ വേണ്ട, നമുക്ക് ഡെസ്ക് ടോപ്പിൽ ആവശ്യമില്ല. സോ ഇതിനെ കട്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കട്ട് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, കട്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഫയൽസ് വരാം. നേരെ ഫയൽസിലേക്ക് വരാം. ഫയൽസിൽ നമ്മളോട് പറഞ്ഞ ഫോൾഡറിലേക്ക് വരിക. ഫയൽസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹോമിൽ തന്നെയല്ലേ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തി. ഇവിടെ ഹോമിലായിരിക്കും ഉണ്ടാവുക. ഹോമിൽ എക്സാംഡ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലേക്ക് വരിക. എക്സാംഡ് ആൻഡ് പ്രൊഡക്ട്സ്. അതിലിവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. അപ്പോൾ എന്തായി, ഇത് ഇവിടെ നിന്ന് കട്ടായി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയെന്ന് മാത്രം. ഇനി ഇത്ര മാത്രം ചെയ്യരുത്, ഇതിന്റെ പേര് കൂടി മാറ്റി കൊടുക്കണം. പേര് എന്താക്കി കൊടുക്കാനാണ് പറഞ്ഞത്, ചോദ്യം നോക്കാം. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ aeroplane.mp4 അതൊന്നാക്കി കൊടുക്കാം. അതിനുവേണ്ടി ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു വീഡിയോയുടെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കാം. റീനെയിം. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ആ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, അണ്ടർസ്കോർ ഇടുന്നു, എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള എയ്റോപ്ലെയിൻ എന്ന പേര് തന്നെ കൊടുക്കുന്നു. എയ്റോപ്ലെയിൻ. ക്ലിയർ. ഇനി റീനെയിം എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി, പരിപാടി കഴിഞ്ഞു. കൃത്യമായിട്ട് നമ്മളത് സേവ് ചെയ്തു, നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്തു. ഇനി ഒന്ന് കണ്ടു നോക്കണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ അല്ലേ, ഈ അറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഇവിടെ ടൈം നമുക്ക് ഇവിടെ കാണാം കേട്ടോ, കണ്ടില്ലേ, 5 സെക്കൻഡ് ഡ്യൂറേഷൻ ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ സംഭവം ഇത്രയേ ചെയ്യാനുള്ളത്. 7 മാർക്ക് സെറ്റ്.